ജമ്പിംഗ് ജാക്ക് ചെയ്യുന്ന സമയത്തും ടോ ജമ്പ് ചെയ്യുന്ന സമയത്തും വിരലിന്റെ മുകളിൽ ബോഡി വെയിറ്റ് പൂർണ്ണമായും വിരലിന്റെ മുകളിൽ മാത്രം, മടമ്പ് ഒരിക്കൽ പോലും താഴെ ചെയ്ത്. നമ്മുടെ പ്രിയങ്കരനായ പഞ്ചായത്ത് പ്രസിഡന്റ് PC അബ്ദുറഹ്മാൻ സാഹിബ് വരുന്ന എല്ലാവരും ഒന്ന് കൈയടിച്ച് അദ്ദേഹത്തെ ചെയ്യാം. പഞ്ചായത്ത് പ്രസിഡന്റ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും ഒന്ന് കൈ പൊക്ക്. ക്ലാപ്പിംഗ് ഓവർ ഹെഡിൽ എങ്ങനെ കൈ ചെയ്യുന്നത്? ഡൗൺ ഡൗൺ. ജമ്പിംഗ് ജാക്സ് റെഡി സ്റ്റാർട്ട്. Angle rotation. Start 1, 2, 3. Leg change. Ready? Start 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Stop. Maximum knee rotation ആണ് 180 ഡിഗ്രി ആണ്, 360 ഇല്ല. കണ്ടിന്യൂ റൊട്ടേഷൻ ഇല്ല, പൂർണ്ണമായിട്ടും കണ്ടിന്യൂ റൊട്ടേഷൻ ഇല്ല. 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ റാപ്പോടെ ഒന്ന് സ്റ്റോപ്പ്. ഓരോ കൗണ്ടിങ്ങിന്റെ കൂടെ സ്റ്റോപ്പേജിന്റെ ആ സ്റ്റോപ്പേജിൽ എന്ത് ചെയ്യുക? സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് മാത്രമേ നെക്സ്റ്റ് പോകാൻ പാടുള്ളൂ. ഒന്ന് ഡെമോ കാണിക്കാം കേട്ടോ. നിങ്ങളുടെ മുട്ടിന്റെ നീ ക്യാപ്പ് അല്ലേ, മുട്ടിന് ചേട്ടാന്നറിയത് പിന്നോട്ട് തള്ളി പിടിച്ച് ഈ പൊസിഷനാണ് നിൽക്കേണ്ടത്. സ്റ്റാർട്ട് 1. ഇവിടെ വന്നു, ഇവിടെ സ്റ്റോപ്പേജ് ഉണ്ട് കേട്ടോ. പൂർണ്ണമായിട്ടും കാലിൻ്റെ പിന്നോട്ട് തള്ളി പിടിച്ചും കൊണ്ട് ഇവിടെ സ്റ്റോപ്പേജ് കൊടുക്കുക. ഇവിടെ വെച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല. സെൻട്രൽ വെച്ചുകൊണ്ട് ഇങ്ങനെ ആരും ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റാണ്. അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. സ്റ്റാർട്ട് 1. ഇവിടെ സ്റ്റോപ്പേജ് ഉണ്ട്, കാലുകൾ പൂർണ്ണമായിട്ടും ബാക്കോട്ട് തള്ളി പിടിച്ച് ഈ പൊസിഷനിൽ കിടക്കും. 2. ഈ റൊട്ടേഷൻ ലെഫ്റ്റ് സൈഡ്. റെഡി സ്റ്റാർട്ട് 1, 2, 9, 10. റെഡി സ്റ്റാർട്ട് 1, 2, 3, 8, 9, 10. Head rotation 1 to 5. ശ്രദ്ധിക്കേണ്ടത് സ്ലോലി ചെയ്യേണ്ടത്. സ്ലോലി റൊട്ടേറ്റ് ചെയ്യണം. കണ്ണടക്കൽ നിർബന്ധിത. ആർക്കെങ്കിലും പ്രയാസനെ കണ്ണ് തുറന്നും ചെയ്യട്ടോ, ഓപ്ഷനാണ്. കണ്ണടച്ചാൽ ചെയ്യേണ്ടത്. ഇനി ആർക്കും എന്തെങ്കിലും പ്രയാസനെ കണ്ണ് തുറന്നുകൊണ്ടും ചെയ്യാം, ഒരു പ്രയാസമില്ല. പക്ഷെ സ്ലോലി ചെയ്യേണ്ട, സ്പീഡ് കൂട്ടരുത്. റെഡി സ്റ്റാർട്ട് 1, 2, 5. Up and down. Start 1, 2. ബോഡി സൈഡ് ബെഞ്ച്. ഒരു ഡെമോ കാണിക്കാം, ശ്രദ്ധിക്കുക. ലെഫ്റ്റ് സൈഡ്. റെഡി സ്റ്റാർട്ട് 1. ഇതാണ് പൊസിഷൻ. ഈ പൊസിഷനിൽ ലെഫ്റ്റ് സൈഡിലോട്ട് നമ്മൾ ബോഡി ബെൻഡ് ചെയ്തിരിക്കും. ഈ സമയത്ത് കൈൻ്റെ രണ്ട് മസിലും ചെയിൻമ ടച്ച് ചെയ്തിരിക്കണം. ചെയിൻ്റെ മുകളിൽ രണ്ട് മസിലും ടച്ച് ചെയ്തിരിക്കും. കൈകൾ മുന്നോട്ട് വലിച്ചു പിടിക്കണം. ഈ പൊസിഷനിൽ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിലോട്ട് നിങ്ങൾ ബോഡി ബെൻഡ് ചെയ്യുന്ന സമയത്ത് റൈറ്റ് സൈഡിൻ്റെ ഈ ഷോൾഡർ ലെവലിലെ എല്ലാ മസിലുകളും, റൈറ്റ് സൈഡിലെ ഷോൾഡറിൻ്റെ മസിൽ കണ്ടോ, ഈ ഷോൾഡർ ഭാഗത്തുള്ള മസിൽ പൂർണ്ണമായിട്ട് എന്തെയും വലിഞ്ഞിരിക്കും, സ്ട്രെച്ചിങ് കിട്ടിയിരിക്കും. അതേപോലെ തന്നെ താഴെ റിബ് സൈഡിനകത്തുള്ള എന്താണ് റൈറ്റ് സൈഡിൻ്റെ ഈ മസിൽ വ്യൂഹം കംപ്ലീറ്റ് എന്ത് ചെയ്യുന്നു? സ്ട്രെച്ചിങ്, പൂർണ്ണമായിട്ടും വലിവ് കിട്ടും. ഇത് പൊസിഷൻ കറക്റ്റാണ്. കേട്ടോ, കൈ മുന്നോട്ട് വലിച്ചു പിടിച്ചിട്ടുണ്ട്, ചെമ്മ രണ്ട് മസിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. ഈ പൊസിഷനിൽ താഴോട്ട് നോക്കുകയാണെങ്കിൽ ഇടത് കാലിൻ്റെ മടമ്പ് കാണുന്ന രീതിയിലാണ് നോക്കേണ്ടത്. താഴോട്ട് നോക്കണം നിർബന്ധമില്ല. ഒരു പ്രാവശ്യം നോക്കി പൊസിഷൻ കറക്റ്റ് ചെയ്താൽ പിന്നെ അങ്ങോട്ട് നോക്കിയാൽ മതി, താഴോട്ട് നോക്കണമെന്നില്ല. ഓക്കെ, റെഡി. ഇവിടുന്ന് ബ്രീത്ത് ഔട്ട് ചെയ്യാം. ബോഡി പൊസിഷനിലാണ്, ബോഡി ടേൺ ചെയ്തു. ഓക്കെ, റെഡി ലെഫ്റ്റ് സൈഡ്. റെഡി സ്റ്റാർട്ട് 1, 2. പൊസിഷനിൽ ബി പൊസിഷനിൽ രണ്ട് കൈ എന്ത് ചെയ്യണം? രണ്ട് ഭാഗത്തോട്ടും നന്നായിട്ട് സ്ട്രെച്ചിങ് ചെയ്യുക. വലിച്ച് പിടിച്ച് പിടിക്കുക കേട്ടോ, വലിച്ച് പിടിക്കുക. മസിൽ വ്യൂഹം നമുക്ക് എന്ത് ചെയ്യണം? ആ ശക്തി നമ്മൾ കൈൻ്റെ മുകളിൽ കൊടുത്തുകൊണ്ട് മസിൽ വ്യൂഹത്തിന് എന്ത് ചെയ്യുക? ശക്തിപ്പെടുത്തുക. ഓക്കെ, റെഡി സ്റ്റാർട്ട് 1, 8,
index finger. Ready? Start 1. 4. 6. 'Finger lock overhead. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ പൊസിഷൻ വന്നതിന് ശേഷം കൈ ലൂസ് ആകാൻ പാടില്ല. പൂർണ്ണമായിട്ടും മുകളിലോട്ട് വലിച്ചു പിടിക്കുക. മുകളിലോട്ട് വലിച്ചു പിടിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ രണ്ട് കൈയിൻ്റെ മസിലുകളും ചെയിൻ്റെ അടുത്തോട്ട് ടച്ച് ചെയ്യും. കേട്ടോ, മുകളിലോട്ടൊന്ന് വലിച്ചു പിടിക്കുമ്പോൾ 1 3 4 hands lock overhead. Ready? Start 1. 2. 7. 'ക്ലാപ്പ് ചെയ്തതിന് ശേഷം കൈ ലൂസ് ആവരുത്. പൂർണ്ണമായി മുകളിലോട്ട് വലിച്ചു പിടിക്കുക. വലിച്ചു പിടിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അടിവയർ പൂർണ്ണമായിട്ട് മുകളിലോട്ട് വലിയും. അതാണ് പൊസിഷൻ. പെർഫെക്റ്റ്. റെഡി? സ്റ്റാർട്ട് 1. 2. 5. Start 1. 6. 8. 9. ഹെഡ് ബാക്കോട്ട് പോകാൻ പാടില്ല. നട്ടില് പിന്നോട്ട് വളയാൻ പാടില്ല. ബോഡി സെയിം ആസ് ഇറ്റ് ഈസ്. സ്ട്രൈറ്റ് പൊസിഷൻ. കൈ മാത്രം എന്ത് ചെയ്യണം, താഴോട്ട് വലിച്ചു പിടിക്കുക. കേട്ടോ, ഇതാണ് പൊസിഷൻ. റെഡി? സ്റ്റാർട്ട് 1. 2. 6. നെക്സ്റ്റ് കണ്ടിന്യൂ പൊസിഷൻ. കണ്ടിന്യൂ പൊസിഷനിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഫിംഗർ ലോക്ക് ചെയ്തിട്ടുണ്ട്. ആ ഫിംഗർ ലോക്ക് ചെയ്ത് എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്യാതെ താഴോട്ട് പോകാൻ, അതിനെ താഴോട്ട് വലിച്ചും കൊണ്ട് പോകാൻ ശ്രമിക്കുക. കേട്ടോ, ചെയ്യാൻ പറ്റുന്ന മാക്സിമം പെർഫെക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഹിപ്പിൻ്റെ ഭാഗത്തുനിന്ന് ചിലർക്ക് താഴോട്ട് കൈ ഇറക്കാൻ കഴിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഹിപ്പിൻ്റെ ഭാഗത്തുനിന്ന് കൈ ഓപ്പൺ ചെയ്യാം. ഇവിടുന്ന് ഓപ്പൺ ചെയ്ത് പക്ഷേ വീണ്ടും ഇവിടുന്ന് എന്ത് ചെയ്യുക, ഈ ഭാഗത്തുനിന്ന് പിടിക്കാൻ ശ്രമിക്കുക. കേട്ടോ, സ്റ്റാർട്ട് 1. 2. 'സിറ്റപ്പ്. ശ്രദ്ധിക്കേണ്ടത് പൂർണ്ണമായിട്ടും വിരലിൻ്റെ മുകളിലാണ് നിങ്ങൾ ബോഡി വെയിറ്റ് എടുക്കേണ്ടത്. വിരലിൻ്റെ മുകളിൽ എന്ത് ചെയ്യുക, ബോഡി ലിഫ്റ്റ് ചെയ്യുക, ബോഡി ഉയർത്തുക. ആ സമയത്ത് എന്ത് ചെയ്യുക, ബ്രീത്ത് എടുക്കുക. കൈ വിരലുകൾ എന്ത് ചെയ്യുക, ഷോൾഡർ ലെവലിൽ നിന്ന് കുറച്ച് മുകളിലോട്ട് കൈകൾ ഈ പൊസിഷനിൽ പിടിക്കുക. ഈ പൊസിഷനിൽ ബ്രീത്ത് എടുക്കുക, താഴോട്ട് പോവുക. സെക്കൻഡ് പൊസിഷനിൽ നിങ്ങൾക്ക് ബ്രീത്ത് ഔട്ട് ചെയ്യാം. കാലിൻ്റെ വിരലിൻ്റെ മുകളിൽ ഇരുന്നും കൊണ്ട് ബ്രീത്ത് വേണ്ടവർക്ക് ഔട്ട് ചെയ്യാം. ആ സെക്കൻഡ് പൊസിഷൻ. അതിൻ്റെ തേർഡ് പൊസിഷനാണ് പെർഫെക്റ്റ്. ഹൈ ഇൻറ്റൻസീവ് ആണ്, കുറച്ച് കഠിനമാണ്. പൂർണ്ണമായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. ഇരിക്കാൻ പറ്റുന്നവർ ഇരുന്നാൽ മതി. ഈ സമയത്ത് എന്ത് ചെയ്യുക, കൈകൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുക. കൈ പൂർണ്ണമായിട്ട് മുകളിലോട്ട് മുന്നോട്ട് വലിച്ചു പിടിക്കുക. ബ്രീത്ത് ഔട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ട് 1. 3. 4. 6.
Full push. Ready? Start 1, 2, 3, 5. ശ്വാസം പിടിക്കേണ്ട ആവശ്യമില്ല. എല്ലാത്തിനും വയറുള്ളോട്ട് വലിയല്ലോ, ഉള്ളോട്ട് വലിച്ചു പിടിക്കുക. അതിന് ശേഷം വേണ്ട രണ്ട് അഗ്രഭാഗങ്ങൾ സൈഡ് ഭാഗം നന്നായിട്ട് വെച്ച് നെക്കിപ്പ് ചെയ്യുക. റെഡി? സ്റ്റാർട്ട് 1. ബോഡി സ്ട്രൈറ്റ് ചെയ്യുക, മുന്നോട്ട് നോക്കുക കേട്ടോ. ബോഡി സ്ട്രൈറ്റ് ചെയ്ത് പിടിക്കുക, മുന്നോട്ട് നോക്കുക. വയറ് പൂർണ്ണമായിട്ടും ഉള്ളോട്ട് വലിച്ചു പിടിക്കുക. സെക്കൻഡ് സെന്റർ. Second center. Next, vibrate abdomen. അടിവയറാണ് ഇളക്കേണ്ടത്. അടിവയർ ഇളക്കാൻ കഴിയാത്തവർക്ക് ബ്രീത്ത് എടുക്കാം. വയറിളക്കാൻ കഴിയാത്തവർ, വയറിളക്കാൻ കഴിയുന്നവർ ബ്രീത്ത് എടുക്കണ്ട, വെറും വയറ് മാത്രം ഇളക്കിയാൽ മതി കേട്ടോ. റെഡി? സ്റ്റാർട്ട്. Good. Next. Toe jump 125 times. ശ്രദ്ധിക്കേണ്ടത് കാലിൻ്റെ വിരലിൻ്റെ മുകളിൽ മാത്രമായിരിക്കണം ബോഡി വെയിറ്റ് വരേണ്ടത്. കാലിൻ്റെ മടമ്പ്, ഹീൽ ഒരിക്കൽ പോലും താഴെ ടച്ച് ചെയ്യാൻ പാടില്ല. മടമ്പ് ഒരിക്കൽ പോലും താഴെ ടച്ച് ചെയ്യാൻ പാടില്ല എന്ന് ഉറപ്പ് വരുത്തുക. രണ്ടാമത്തെ കാര്യം, കൈവിരലുകൾ, കൈൻ്റെ 4 വിരലുകൾ എന്ത് ചെയ്യുക, കൈപ്പള്ളയിൽ അല്ലേ, കൈവെള്ളനകത്ത് ടച്ച് ആവണം. കൈവെള്ളനകത്ത് ടച്ച് ആവണം. അഞ്ചാമത്തെ വിരൽ തമ്പ്, തള്ളവിരൽ അതിൻ്റെ മുകളിൽ ലോക്ക് ചെയ്യണം. അപ്പോൾ പൂർണ്ണമായിട്ട് എന്ത് ചെയ്യും, ഈ വിരലുകൾ ടച്ച് ചെയ്തിരിക്കണം. ഈ വിരൽ ടച്ച് ചെയ്ത അവസ്ഥയിലാണ് നമുക്ക് എന്ത് ചെയ്യുക, പെർഫെക്ഷൻ വരിക. അതിൻ്റെ ഗുണം ശരീരത്തിന് ഒരുപാട് ഇന്നർ ഓർഗൻസിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഓരോ ജമ്പിൻ്റെ കൂടെ എന്ത് ചെയ്യുക, ക്ലോസ് ചെയ്യുക, പൂർണ്ണമായിട്ടും ഓപ്പണും ചെയ്യുക. ഓക്കെ, റെഡി? മുട്ടുവേനുള്ളവർക്ക്, ബാക്ക് പെയിൻ ഉള്ളവർക്കും ടോ ജമ്പ് ചെയ്യേണ്ട. പകരം എന്ത് ചെയ്യുക, കാലിൻ്റെ വിരലിൻ്റെ മുകളിൽ പൊങ്ങുക, താവുക. കൈ എന്ത് ചെയ്യുക, ആ സമയത്ത് അവർ പൊങ്ങി തന്നാൽ മതി കേട്ടോ. റെഡി? സ്റ്റാർട്ട്. റൈറ്റ് ഹാൻഡ്. Right turn. Right turn. Meditation 62-1. Reverse counts. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കൗണ്ട് ചെയ്യുന്ന നമ്പേഴ്സ്, ആ നമ്പേഴ്സിൻ്റെ ഇമേജ്, രേഖാചിത്രം എന്ത് ചെയ്യുക, കണ്ണിൻ്റെ മുമ്പിൽ കാണാൻ ശ്രമിക്കുക. 60 എന്ന് പറഞ്ഞാൽ 60ൻ്റെ ആ രേഖാചിത്രം കണ്ണിൻ്റെ മുമ്പ് കാണുക. 59, 58. 100% നിങ്ങളെ കോൺസെൻട്രേഷൻ, ശ്രദ്ധ കൗണ്ടിങ്ങിൽ മാത്രം കൊടുക്കുക. മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, മറക്കുക. ഇതിന് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ടച്ച്. സ്റ്റോപ്പ്. ഗുഡ്. ഫേസ് മസാജ് ഒരു ഡെമോ കാണിക്കാം. കൈ പള്ള അല്ലേ, അല്ല ഈ വെള്ള, ഇത് നന്നാക്കിയാണ് ചൂടാക്കിയെടുക്കുന്നത് കേട്ടോ. ഈ ചൂടാക്കിയ കൈവെള്ളയാണ് എന്ത് ചെയ്യുന്നത്, കൺപോളകൾക്ക് മുകളിൽ വെക്കുന്നത്. ഈ കൺപോള ആ സമയത്ത് എന്ത് ചെയ്യുക, കണ്ണടക്കണം. കണ്ണടച്ചും കൊണ്ട് ചൂടാക്കിയ ഈ കൈ വെള്ള അല്ലോ, ഈ കൈവെള്ളം എന്ത് ചെയ്യുന്നത്, കണ്ണടച്ചും കൊണ്ട് കൺപോളകൾക്ക് മുകളിലാണ് കൊടുക്കേണ്ടത്. ഈ അവസരത്തിൽ നമ്മൾ കൈൻ്റെ ചൂട് പൂർണ്ണമായിട്ടും കൺപോളകൾക്ക് മുകളിൽ കിട്ടിയിട്ടുണ്ട്. കൈ എന്ത് ചെയ്യുക, നേരെ താഴോട്ട് നടുവിരൽ ഉപയോഗിച്ച് മൂക്കിൻ്റെ 2 എൻഡിലും എന്ത് ചെയ്യുക, നന്നായിട്ട് ഒരു മസാജും കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യുക, വീണ്ടും കൈകൾ മുകളിലോട്ട് കൊണ്ടുപോകുക. മുകളിലോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഈ 2 കൈവെള്ള എന്ത് ചെയ്യണം, കവളിനകത്ത് ടച്ച് ചെയ്തും കൊണ്ട്, കവളിനെ മുകളിലോട്ട് തള്ളിയും കൊണ്ട്, നിങ്ങളുടെ കവളിനെ മുകളിലോട്ട് തള്ളിയും കൊണ്ട് കൈ കൊണ്ടുപോകാം. ഓക്കെ, 1, 2, 3 പ്രാവശ്യം ഇതേപോലെ ചെയ്യുക. 4ാമത്തെ പ്രാവശ്യം കണ്ണടച്ചിട്ടുണ്ടെങ്കിൽ കണ്ണിൻ്റെ മുകളിൽ കൂടെ എന്ത് ചെയ്യുക, 2ഓ 3ഓ പ്രാവശ്യം നമ്മൾ വിരലുകൾ അമർത്തിയിട്ട് മസാജ് കൊടുത്തുകൊണ്ട് ഈ പുരികത്തിൻ്റെ മുകളിൽ കൂടെ, ലാസ്റ്റ് ഈ വിരലില്ലേ പുരികത്തിൻ്റെ മുകളിൽ കൂടെ വലിച്ചെടുക്കുക. ഓക്കെ, റെഡി? സെക്കൻഡ്.
199. ഗുഡ്. നെക്സ്റ്റ് ക്ലാപ്പിംഗ്. നെക്സ്റ്റ് ക്ലാപ്പിംഗ്. ക്ലാപ്പിംഗ് കഴിഞ്ഞാൽ നമുക്ക് ഈ ചെയ്ത 21 എക്സസൈസിൻ്റെ ബെനിഫിറ്റ്സുകൾ അല്ലേ നിങ്ങൾ പറ. അംബാസിഡർ ബഹുമാനായ അംബാസിഡർ അറക്കൽ ബാബു സാഹിബ് നിങ്ങൾക്ക് വിവരിച്ചു തരുന്നതാണ്. 1 2 3 4 5 5 5. താങ്ക് യു ആൾ. വെൽ ഡൺ. വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. എല്ലാവരും വളരെ ആത്മാർത്ഥമായി അതിരാവിലെ എനിക്ക് തോന്നുന്നത് നല്ലൊരു സാപ്പാടുണ്ടാക്കിയിട്ട് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് വിളിച്ചാൽ ഇത്രയും ആൾക്കാർ ഇവിടെ എത്തിച്ചേരാൻ ഒരു സാധ്യതയില്ല. ആ സ്ഥലത്തേക്കാണ് നൂറുകണക്കിന് ആളുകൾ ആരോഗ്യ സംരക്ഷണം എന്ന ലക്ഷ്യവുമാക്കി ഈ മണ്ണിനെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ഇവിടേക്ക് എത്തിച്ചേരുന്ന നിങ്ങൾക്ക് സ്നേഹാഭിവാദ്യങ്ങൾ. ഈ പഞ്ചായത്തിനെ മൊത്തം ആരോഗ്യമുള്ളതാക്കുമെന്നുള്ളൊരു പ്രതിജ്ഞ എടുത്തൊരു പ്രസിഡന്റും അതിന് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളെപ്പോലുള്ള ആത്മാർത്ഥതയുള്ള ആളുകൾ ഉണ്ടാകുമ്പോൾ നാട്ടിലെ ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാവില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഒന്നിനെയും നമ്മൾ ഭയപ്പെടേണ്ടതില്ല. മരുന്ന് കഴിക്കണ്ടെന്നോ നമ്മൾ ഏത് മരുന്നിനൊന്നും എതിരല്ല. എന്നാൽ ഇവിടെ വന്നിട്ടുള്ള ആളുകളുടെ ആയിരക്കണക്കിന് വിമോചനം നേടിയ ഒരുപാട് മരുന്നുകളുടെ എണ്ണം കുറഞ്ഞു ഒരു പ്രതിഫലേച്ഛയുമില്ലാതെ ഇതിന്റെ വക്താക്കളായി നടക്കുന്നതും പ്രചരിപ്പിക്കുന്നതും ലോകജനങ്ങൾക്ക് എല്ലാവർക്കും ഈ ഗുണം കിട്ടണം എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമാണ്. വളരെ ക്ലിയറായിട്ട് നിങ്ങൾ ഭാഗ്യമുള്ളവരാണ്. വളരെ കൃത്യമായ അതിന്റെ പൊസിഷൻ നിങ്ങൾക്ക് ക്യാപ്റ്റൻ സലാഹുദ്ദീൻ സാറിൽ നിന്ന് നേരിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെ ഇതിൽ ഈ 21 ഐറ്റം 21 മാജിക് തന്നെയാണ്. അതിനാണ് നമ്മൾ സലാഹു മാജിക് എന്ന ഓമനപ്പേര് ഇതിനിട്ടിട്ടുള്ളത്. ഏതായാലും ഇതിൻ്റെ ഭാഗമായി ഇവിടെ എത്തിച്ചേർന്ന ഈ നാടിന് ഈ മഹത്തായ സന്ദേശം എത്തിക്കാൻ ഇതിൻ്റെ പ്രചാരണത്തിന് വേണ്ടി ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ച നിങ്ങളെ അഭിനന്ദിക്കുന്നതിനോടൊപ്പം പ്രാധാന്യം മനസ്സിലാക്കി നിങ്ങൾ വ്യായാമം ചെയ്യുക. യുവതലമുറയെ കുട്ടികളെ ഇതിലേക്ക് കൊണ്ടുവരിക. നിങ്ങളെപ്പോലെ നമ്മുടെ മക്കളും ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ ആരെ മോനാണെന്നെങ്കിലും തിരിച്ചറിയാൻ പറ്റും. അങ്ങനെയുള്ള മഹത്തായ ഒരു കാര്യത്തിൻ്റെ വക്താക്കളായി മാറാൻ നമുക്ക് സാധിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാ വിജയവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്. വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട മെക്സവൻ കൂട്ടുകാർ, 11/1/2025 ബഹുമാനനായ പുൽപ്പറ്റ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PC അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്ത തൃപ്പനച്ചി കുടുംബാരോഗ്യ കേന്ദ്രമാക്കിയിട്ടുള്ള മെക്സവൻ യൂണിറ്റിന് ഈ 100ാം ദിന ആഘോഷം പരിപാടികൾ നിശ്ചയിച്ചു. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എൻ്റെ കർത്തവ്യം എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ കുറച്ച് വൈകിയാണ് തൃപ്പനച്ചിയിൽ ഈ യൂണിറ്റ് ആരംഭിച്ചത്. പുരുഷന്മാരുടെ യൂണിറ്റ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ 2 കേന്ദ്രങ്ങളിലായി സ്ത്രീകളുടെ വ്യായാമ പരിശീലനം ഇവിടെ ആരംഭിച്ചിരുന്നു. അപ്പോൾ ശരാശരി ഒരു 35-നും 40-നും ഇടയ്ക്കുള്ള ആളുകളാണ് മിക്കവാറും ദിവസങ്ങളിൽ ഇവിടെ എത്തുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ വന്ന ഒരു ദിവസം 47ആണ്. ഏറ്റവും കുറവ് കഴിഞ്ഞ ചെറിയ പെരുന്നാൾ ദിവസം 11 പേര് വന്ന്. ഇതാണ് നമ്മുടെ ഒരു മൊത്തത്തിലുള്ള ചിത്രം. ഇതിനകം 7ഓളം പരിശീലകന്മാരാണ് പല വ്യത്യസ്ത ദിവസങ്ങളിലായിട്ട് നമുക്കിവിടെ പരിശീലനം നൽകിയത്. അതിൽ ഈ 100 ദിവസങ്ങളിൽ 35 ദിവസവും നമ്മുടെ പരിശീലനത്തിന് നേതൃത്വം നൽകിയത് പൂക്കളത്തൂരിലെ മുഹമ്മദ് അലി എന്ന കുഞ്ഞാപ്പുട്ടിയാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിൽ പ്രത്യേകം ഞാൻ പരാമർശിക്കുകയാണ്. നമ്മുടെ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്ത ബഹുമാനായ പുൽപ്പറ്റ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PC അബ്ദുറഹ്മാൻ തന്നെയാണ് ഈ 100ാം ദിന ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുന്നത്. അദ്ദേഹത്തെ എല്ലാവരുടെയും പേരിൽ ഈ പരിപാടിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യും. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ മെക്സവൻ പ്രവർത്തകന്മാരെയും ഈ പരിപാടിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിൻ്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നതിന് വേണ്ടി ഈ തൃപ്പനച്ചി FHC യൂണിറ്റിൻ്റെ ലീഡർ കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട OP കുഞ്ഞിപ്പയെ ക്ഷണിക്കുന്നു. ഗുഡ് മോർണിംഗ്. പിന്നെ കൂടുതൽ സംസാരിക്കുന്നില്ല. ബഹുമാനനായ നമ്മുടെ മെക്സവൻ്റെ ക്യാപ്റ്റൻ സാറ്, സലാഹുദ്ദീൻ സാറ്, പഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ തന്നെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പുത്തമ്പടിക്കൽ ഫാത്തിമക്കുട്ടി, എല്ലാവരെയും ഞങ്ങൾ ഈ തൃപ്പനച്ചി സോണിൻ്റെ പേരിൽ ഞങ്ങളെ സന്തോഷം അറിയിക്കാൻ ഞങ്ങളെ സ്ഥലം സ്വീകരിച്ച് ഇവിടെ എത്തിയ. കൂടുതൽ സംസാരിക്കുന്നില്ല. പ്രിയപ്പെട്ട നമ്മുടെ അധ്യക്ഷൻ കുഞ്ഞിപ്പ, സ്വാഗത പ്രഭാഷണം നടത്തിയ പ്രിയപ്പെട്ട ഗഫൂർ മാസ്റ്റർ, ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ സാറ്,
അറക്കൽ ബാവസാറ് നമ്മുടെ വിശിഷ്ട അതിഥി, നമ്മുടെ പ്രിയങ്കരനായ തൃപ്പനശ്ശിയിലെ ആരോഗ്യരംഗത്ത് ദീർഘകാലം സേവനമനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഇബ്രാഹിംകുട്ടി ഡോക്ടർ, പ്രിയപ്പെട്ട മാനു, പ്രിയപ്പെട്ട എൻ്റെ ഒരുപാട് ആളുകളുണ്ട്, നമ്മളെ സഹപ്രവർത്തകർ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, വിശദമായി സംസാരിക്കുന്നില്ല സഹോദരിമാർ. നമ്മൾ ഏറ്റവും സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മളെന്ന്. കാരണം തൃപ്പനശ്ശി പ്രദേശത്ത് 100 ദിവസം ഒന്ന് പൂർത്തീകരിക്കുകയാണ്. നമ്മൾ ഈ പ്രദേശത്ത് മാത്രം അന്ന് കാവുങ്ങപ്പാറ, ചെറുപ്പത്തൂർ, അതുപോലെ തന്നെ സൗത്ത് തൃപ്പനശ്ശി, പാലക്കാട്, പൂക്കുളത്തൂർ, തോട്ടക്കാട്, കാരോറമ്പൊക്കെ നമ്മുടെ പ്രദേശങ്ങളിൽ, പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഇത് തുടക്കം കുറിച്ചപ്പോഴും തൃപ്പനശ്ശിയിൽ ഇത് തുടക്കം കുറിച്ചിട്ടില്ലായിരുന്നു. ഇത് സംഘടിപ്പിച്ചതിൻ്റെ സംഘാടകരെ അഭിനന്ദിച്ചുകൊണ്ട് ഇതിന് തുടക്കം കുറിച്ചതായിട്ട് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഭാരത്. അടുത്തതായി നമ്മുടെ മുഖ്യാതിഥി, ഈ പ്രസ്ഥാനത്തിൻ്റെ ഫൗണ്ടർ ഡോക്ടർ സലാഹുദ്ദീൻ സാറ് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കും. വേദിയിലെ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം ഉദ്ഘാടകൻ PC അബ്ദുറഹ്മാൻ സാഹിബ്, പുൽപ്പറ്റ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ഡോക്ടർ ഇബ്രാഹിംകുട്ടി സാഹിബ്, അതേപോലെ തന്നെ വേദിയിലും സദസ്സിലുമായിട്ടിരിക്കുന്ന മെക്സവൻ്റെ കരുത്തുറ്റ നേതാക്കന്മാർ, എൻ്റെ പ്രിയപ്പെട്ട മെക്സവൻ ലീഡേഴ്സ്, ട്രെയിനേഴ്സ്, കോർഡിനേറ്റേഴ്സ്, ലേഡീസ് മെമ്പേഴ്സ്, എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ അഭിനന്ദനങ്ങൾ നേരുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. മെക്സവൻ തൃപ്പനശ്ശി PHCയുടെ 100ാം ദിന പരിപാടിയിലാണ് നാം ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്നത്. നമുക്കറിയാം മെക്സവൻ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നത്. നമ്മളെല്ലാം അതിൻ്റെ ഗുണഭോക്താക്കളും ഉപഭോക്താക്കളുമാണ്. പ്രായത്തെ മറന്നുകൊണ്ട് നമുക്ക് ആരോഗ്യത്തോടു കൂടി ജീവിക്കാനുള്ള ഒരു സാഹചര്യമാണ് മെക്സവൻ ഒരുക്കി തന്നിരിക്കുന്നത്. തുടർച്ചയായിട്ടുള്ള കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു വ്യായാമത്തിൽ കൂടെ പൂർണ്ണമായും നമുക്കൊക്കെ ആരോഗ്യം തിരിച്ചു പിടിക്കാൻ പറ്റുമെന്ന് തെളിയിച്ചു കഴിഞ്ഞ ഒരു പ്രസ്ഥാനമാണ് മെക്സവൻ. നിങ്ങളുടെ മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമൂഹികമായിട്ടും ഫാമിലിപരമായിട്ടൊക്കെ വലിയ മാറ്റങ്ങൾക്ക് നിങ്ങൾക്ക് ഈ മെക്സവൻ വഴി നിങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങൾ ഈ സമയം ഇത് നിങ്ങൾ കണ്ടിന്യൂ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ സമയം ഇതേപോലെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മുടെ അവധിയാണ്, നമ്മുടെ കുട്ടികളെയൊക്കെ തന്നെ എന്ത് ചെയ്യുക, ഈ ഒരു രീതിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഒരുപാട് നമ്മൾ കുട്ടികളൊന്നും നമ്മൾ വിചാരിച്ചപ്പോൾ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന കുട്ടികളല്ല, എല്ലാവരും മൊബൈലിലാണ്. അവരിവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും ലോകം മുഴുവനാണ് അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വ്യവസ്ഥയിൽ നിന്ന് മാറ്റം വരുത്താൻ, ആ സാമൂഹികമായുള്ള വ്യവസ്ഥയിൽ മാറ്റം വരുത്താൻ കുട്ടികളെ വ്യായാമ രീതിയിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യപരമായിട്ടും സാമൂഹികപരമായിട്ടും ഫാമിലിപരമായിട്ടും ഒക്കെ നമ്മുടെ കുടുംബത്തിൽ പൂർണ്ണമായിട്ട് നമുക്ക് സന്തോഷം കൊണ്ടുവരാൻ സാധ്യമാണ്. അപ്പോൾ ആ ലെവലിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, കുട്ടികളെയും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെയും കൂടി കൊണ്ടുവരണമെന്ന് നിങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി എത്തിച്ചാൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയാഭിവാദ്യം നേർന്നുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇത് പ്രത്യേകിച്ച് നമ്മുടെ ഡോക്ടർ ഇബ്രാഹിം സാഹിബ് ഇവിടെ ഉണ്ട്. നിങ്ങളുടെ പ്രിയങ്കരനായ ഇബ്രാഹിം സാഹിബ് എൻ്റെ കൂടെ റിലേഷനാണ്. ഞാൻ അത് റിലേഷൻ പറഞ്ഞല്ലോ. അദ്ദേഹത്തോട് എൻ്റെ ഹൃദയാഭിവാദ്യം നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. താങ്ക് യു സർ. അടുത്തത് നമ്മുടെ വിശിഷ്ടാതിഥി ഡോക്ടർ KM ഇബ്രാഹിം സാർ എൻ്റെ വാക്ക് സംസാരിക്കും. ബഹുമാന്യ പ്രസിഡന്റ് മെക്സവൻ്റെ ഉപജ്ഞാതാവും എല്ലാമായ ഡോക്ടർ സലാഹുദ്ദീൻ സാർ, മെക്സവൻ്റെ ഡോക്ടർ ബാബ, വ്യതിരിക്കുന്ന മറ്റു മെക്സവൻ പ്രവർത്തകരെ, നല്ലവരായ നാട്ടുകാർ, ദൈവത്തിൻ്റെ സമാധാനവും സ്നേഹം മുന്നിൽ ഉണ്ടാകട്ടെ പ്രാർത്ഥിക്കുന്നു. ഈ മെക്സവന് വേണ്ടിയിട്ട് സലാഹുദ്ദീൻ സാറ് എനിക്ക് തോന്നുന്നു വെച്ചപ്പോൾ അദ്ദേഹം മാസങ്ങളോ വർഷങ്ങളോ ഇപ്പോൾ മെനക്കെട്ട് കാണാം. കാരണം അതിൽ ഞാനതിൽ പങ്കെടുക്കാൻ സമയം കിട്ടിയിട്ടില്ലെങ്കിൽ പോലും തോന്നുന്നു ഏകദേശം 20-ൽ കൂടുതൽ ഐറ്റംസ്, ഈ ഐറ്റംസ് മിക്കവാറും നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും, എല്ലാ മസിലുകൾ തൊട്ട് മൊത്തം തന്നെ കവർ ചെയ്യുന്നുണ്ട്. വളരെയധികം പ്രയാസപ്പെട്ടായിരിക്കും മിക്കവാറും അദ്ദേഹം ഇത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഇതുകൊണ്ട് തന്നെ നമ്മുടെ ആരോഗ്യ സ്ഥിതി മെച്ചപ്പെടുത്തുവാൻ തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടും. ഇവിടെ തന്നെ പലരും ഒന്ന് പറയാറുണ്ട്, മെക്സിമം തുടങ്ങിയ ശേഷമുള്ള പാരാമീറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ പലരുടെയും രക്തത്തിലെ ഷുഗറിൻ്റെ അളവുകൾ, പ്രഷർ അളവുകൾ വളരെ കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മെഡിസിൻ വളരെയധികം കുറക്കാൻ പറ്റിയിട്ടുണ്ട് പലർക്കും. ഇപ്പോൾ ഇൻസുലിൻ ഉപയോഗിച്ച് പലർക്കും ഇപ്പോൾ ഇൻസുലിൻ വേണ്ടി വന്നിട്ടില്ല. അതുപോലെ പ്രഷറിൻ്റെ ഗുളികളുടെയൊക്കെ അളവുകൾ കുറക്കാൻ പറ്റിയിട്ടുണ്ട്. അത് സത്യമാണത്, ഞാൻ അനുഭവിച്ച് അറിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല എന്നെപ്പോലെ വയസ്സന്മാരൊക്കെ ഇപ്പം സാറ് പറഞ്ഞതുപോലെ കുപ്പായൊക്കെ ഇട്ടിട്ട് ചാടി കളിക്കുമ്പോൾ കാണുമ്പോൾ നമ്മൾ സമാധാനമുണ്ട്. പല 70 വയസ്സ് ആൾക്കാരൊക്കെ ഇപ്പോൾ 50 വയസ്സായപ്പോൾ തന്നെ ചുരുക്കുകളുടെ കാര്യങ്ങൾ ചെയ്യുന്നു. പല ജോലിക്ക് പോകുന്നുണ്ട് പലരും. ഇത് ആകെ പേടിയെന്ന് വെച്ചാൽ എന്നിപ്പോൾ ഡോക്ടർമാർക്ക് പേടിയുണ്ട്. കാരണം നമ്മൾ കച്ചവടം പൂട്ടി പോകുന്ന കാര്യം, അത് വേറെ കാര്യം. എന്നാൽ സന്തോഷമുള്ള കാര്യമാണത്. വളരെ ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ്. കൂടിയാണ് പരിപാടികൾക്ക് നേതൃത്വം നൽകുന്ന ജംഷി ജിദ്ദ അവരെ ക്ഷണിക്കും. ഗുഡ് മോർണിംഗ്. ഓക്കെ,
വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഞാൻ ഈ ജിദ്ദയെ പ്രതിനിധീകരിച്ചിട്ടാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ജിദ്ദയിൽ ഞങ്ങൾ ഏകദേശം ഒരു 1.5 വർഷം കഴിഞ്ഞു ഇപ്പം മെക്സവൻ തുടങ്ങിയിട്ട്. ഏതായാലും വല്ലാത്തൊരു അനുഭവമാണ് ജിദ്ദയിൽ ഈ മെക്സവൻ വന്നതിന് ശേഷം ഞങ്ങൾക്ക് ജീവിതത്തിൽ ആരോഗ്യപരമായിട്ടും മാനസികപരമായിട്ടും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രവാസികളായ ആളുകൾക്ക് എല്ലാവർക്കും അറിയാം, വളരെ സ്ട്രെസ് അനുഭവിച്ച് ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രയാസം ഈ മെക്സവൻ വന്നതോടുകൂടി ഞങ്ങളൊക്കെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വിശദമായിട്ടൊന്നും പറയുന്നില്ല. ഇവിടെ എൻ്റെ കൂടെ ജിദ്ദയെ പ്രതിനിധീകരിച്ച് നമ്മുടെ മെക്സവൻ ചീഫ് ട്രെയിനർ അഹമ്മദ് കുറ്റൂരുണ്ട്. അതുപോലെ ഞങ്ങളെ ഗ്ലോബൽ പ്രൊമോട്ടറായിട്ടുള്ള ഡോക്ടർ അബ്ദുറഹ്മാൻ പാമങ്ങാടൻ സാറ്, അതുപോലെ ഉൾപ്പെട്ട ഒരുപാട് ആളുകൾ, നമ്മളെ പ്രധാനപ്പെട്ട ലീഡേഴ്സ് എല്ലാവരും ഉണ്ട്. അതുപോലെ ഈ വേദി സംഘടിപ്പിച്ച തൃപ്പനച്ചി മെക്സവൻ ടീമിന് പ്രത്യേകം ജിദ്ദ മെക്സവൻ്റെ പേരിൽ അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. താങ്ക് യു. അടുത്തതായി മെക്സവൻ പ്രസ്ഥാനത്തിലെ ഗ്ലോബൽ പ്രൊമോട്ടർ അബ്ദുറഹ്മാൻ ഹാജി പാമങ്ങ, അദ്ദേഹത്തെ വേദിയുടെ അധ്യക്ഷൻ പ്രിയങ്കരനായ ഇബ്രാഹിംകുട്ടി ഡോക്ടർ, മെക്സവൻ്റെ ഫൗണ്ടർ സലാഹുദ്ദീൻ സാറ്, ബ്രാൻഡ് അംബാസഡർ അബ്ദുൽ ബാവ സാർ, മറ്റു വേദിയിലെ സദസ്യമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളാണ്. ഈ ലോകത്ത് എവിടെയൊക്കെ മലയാളികളുണ്ടോ അവിടെ എല്ലാം തുടങ്ങുക എന്നുള്ള പരിപാടിയിലാണ് ഞങ്ങൾ. വലിയ പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം മൊറോക്കോ ആൻഡ് ഫ്രാൻസ് പോകാൻ വേണ്ടി ഞാൻ പരിപാടി ഇട്ടിട്ടുണ്ട്. അതുമാതിരി തന്നെ നിങ്ങൾ ആളുകൾ ആരെങ്കിലും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഏതെങ്കിലും കൺട്രിയിലുണ്ടെങ്കിൽ അവർക്ക് ആവശ്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ സർവീസ് അവിടെ ഉണ്ടായിരിക്കുന്നതാണ്. നമ്മളെ ഇവിടുത്തെ പ്രൊമോട്ടേഴ്സ് ബന്ധപ്പെട്ടാൽ ഈ ഗ്രൂപ്പിൽ ആരെങ്കിലും വിദേശത്തുണ്ടെങ്കിൽ അവർക്ക് ബന്ധപ്പെട്ടുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ അവിടെ പോകും. അവർക്ക് വേണ്ട കാര്യങ്ങളും ചെയ്ത് കൊടുക്കും. എന്താണ് ഇതിൻ്റെ ബെനിഫിറ്റ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. ഏതായാലും ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച എല്ലാവിധ ഇവിടുത്തെ സംഘാടകർക്കും ഇതിൻ്റെ മെക്സവൻ്റെ എല്ലാ പ്രൊമോട്ടേഴ്സും ഈ അയൽ ഏരിയയിൽ വന്ന എല്ലാവർക്കും എല്ലാവരും നന്ദി പ്രകാശിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസരിക്കുന്നു. ജയ് ഹിന്ദ്, നമസ്കാരം. ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കോമുകുട്ടിയെ ക്ഷണിക്കും.
ഇതോടുകൂടി ആദരിക്കൽ ചടങ്ങ് അവസാനിക്കുകയായി. നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി കുട്ടിയപ്പൂ ഒരു ക്ഷണിക്കുന്നു. നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പരിപാടി അധ്യക്ഷന്റെ അനുവാദത്തോടെ